നിങ്ങളൊരു കാലിയായ മുറിയിലോ അല്ലെങ്കിൽ രാത്രിയിലെ ആകാശത്തേക്കോ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? വെറും ശൂന്യതയല്ലേ? അവിടെ ഒന്നുമില്ല എന്ന് നമ്മൾ പെട്ടെന്ന് തീരുമാനിക്കും. കാരണം ഈ കാണാൻ കഴിയുന്നതിനെ മാത്രം വിശ്വസിക്കുക എന്നതാണല്ലോ നമ്മുടെയൊക്കെ ഒരു രീതി. അതെ, ശരിയാണ്. നമ്മൾ എപ്പോഴും ഈ രൂപങ്ങളെയും പദാർത്ഥങ്ങളെയും മാത്രം ശ്രദ്ധിക്കാൻ ശീലിച്ചവരാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ആ ശൂന്യത ശരിക്കും ശൂന്യമല്ലെങ്കിലോ? ആ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചവും ഭൂമിയും, എന്തിന് നമ്മുടെ ചിന്തകൾ പോലും ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. തീർച്ചയായും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഈ ഡീപ് ഡൈവിലൂടെ അന്വേഷിക്കുന്നത്. വേദാദ്രി മഹർഷിയുടെ ബ്രഹ്മജ്ഞാനം എന്ന പുസ്തകമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതെ, സ്പിരിച്വാലിറ്റിയും അതുപോലെ ഏറ്റവും ആധുനികമായ ക്വാണ്ടം ഫിസിക്സും തമ്മിലുള്ള അതിരുകൾ ശരിക്കും ഇല്ലാതാവുകയാണ് ഈ ഒരു പുസ്തകത്തിൽ. അതെ അതെ. കേവലം ശൂന്യതയെന്ന് നമ്മൾ കരുതുന്ന ഒന്നിൽ നിന്ന് എങ്ങനെയാണ് ഈ അനന്തമായ പ്രപഞ്ചവും മനുഷ്യ മനസ്സും ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും ഉണ്ടായത് എന്ന രഹസ്യം കണ്ടെത്തുക എന്നതാണ് ഈ ഒരു ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. ഇതൊരു പഴയകാലത്തെ തിയറി മാത്രമല്ല. അതെ, പ്രപഞ്ചത്തെയും നമ്മളെ തന്നെയും മനസ്സിലാക്കാനുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു ശാസ്ത്രീയ ലെൻസാണിത്. ഇപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പരമ്പരാഗതമായി കേട്ടിട്ടുള്ളത് മഹാവിസ്ഫോടനം അഥവാ ബിഗ് ബാങ് പോലെയുള്ള കാര്യങ്ങളാണല്ലോ. അതെ, ഒന്നുമില്ലായ്മയിൽ നിന്നുള്ളൊരു വലിയ പൊട്ടിത്തെറി എന്നാണ് സയൻസ് പറയുന്നത്. പക്ഷേ ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു ആശയത്തിൽ നിന്നാണ്. ശുദ്ധശൂന്യത എന്നൊരു വാക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു വെറും കാലിയായ സ്ഥലം എന്ന അർത്ഥത്തിലല്ല പറയുന്നത് എന്നാണ്. അതാണ് ഇതിലെ ഏറ്റവും കാതലായ ആശയം. അതായത് ശുദ്ധശൂന്യത അഥവാ സർവചലനാത്മക മഹാശക്തി. ഓ, ഇംഗ്ലീഷിൽ ഇതിനെ യൂണിഫൈഡ് ഫോഴ്സ് എന്ന് പറയാമല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. മനുഷ്യ മനസ്സിന് ഇതൊരു ഒന്നുമില്ലായ്മയായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ സകലതിനെയും ഉൾക്കൊള്ളുന്ന, അതിരുകളില്ലാത്ത, എങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശക്തിയാണിത്. പുരാതന പണ്ഡിതന്മാർ ഇതിനെ സംസ്കൃതത്തിൽ ബ്രഹ്മമെന്നും തമിഴിൽ ദൈവമെന്നും ഒക്കെ വിളിച്ചു. അപ്പോ ആധുനിക സയൻസ് ഇതിനെ ഡാർക്ക് എനർജി എന്ന് വിളിക്കുന്നതിനോട് വേണമെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാം. അതെ അതെ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്വയം അമർത്തുന്ന ഒരു ശക്തിയാണ്. അതായത് ഒരു സെൽഫ് കംപ്രസീവ് ഫോഴ്സ്. ഒന്ന് നിൽക്കണേ, ഇവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. ഈ സ്വയം അമർത്തുക എന്ന് പറയുമ്പോൾ ശൂന്യതയ്ക്ക് എങ്ങനെയാണ് സ്വയം അമർത്താൻ കഴിയുക? ഒന്നുമില്ലാത്തതിൽ നിന്ന് എങ്ങനെയാണ് ഒന്നുണ്ടാവുക? അത് പലർക്കും തോന്നുന്ന ഒരു സ്വാഭാവിക സംശയമാണ്. അതായത് ഇപ്പോ ഒരു വലിയ സ്പോഞ്ച്, അത് സ്വയം ചുരുങ്ങി അമരുന്നതൊക്കെ നമുക്ക് സങ്കല്പിക്കാം. പക്ഷെ സ്പോഞ്ച് ഒരു പദാർത്ഥമാണല്ലോ, അതിനൊരു ഭൗതിക രൂപമുണ്ട്. ശൂന്യത എങ്ങനെയാണ് അമരുന്നത്? എനിക്കത് തീരെ മനസ്സിലാകുന്നില്ല. നമ്മൾ ഈ ശൂന്യതയെ ഒന്നുമില്ലാത്തത് എന്ന് നിർവചിക്കുന്നതുകൊണ്ടാണ് ശരിക്കും ആ സംശയം വരുന്നത്. ശൂന്യത എന്നാൽ ഒന്നുമില്ലായ്മ അല്ല, മറിച്ച് അതൊരു അപാരമായ ഊർജമുള്ള സർവ്വവ്യാപിയായ ഒരു ഫീൽഡാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതായത് വെറുമൊരു കാലി ഇടമല്ല. അതെ, അല്ല. ഈ മഹാശക്തി അതിന്റെ തന്നെ അപാരമായ വ്യാപ്തി കാരണം എല്ലാ വശങ്ങളിൽ നിന്നും മധ്യഭാഗത്തേക്ക് നിരന്തരം ഒരു വലിയ മർദ്ദം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വ്യക്തമാക്കാൻ നമ്മൾ സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പോകുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു പ്രഷറിനെക്കുറിച്ച് ചിന്തിക്കുക. അവിടെ വെള്ളം എല്ലാ വശത്തു നിന്നും നമ്മളെ അമർത്തുന്നുണ്ടല്ലോ, അതുപോലെയാണോ ഇതും? അതെ, അതുപോലെ തന്നെ. അതിരുകളില്ലാത്ത ഈ ശൂന്യതയ്ക്ക് ഒരു ഭാരമുണ്ട്. അതൊരു വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നു. ഈ നിരന്തരമായ സ്വയം അമർത്തൽ കാരണം ആ ശൂന്യതയിൽ ഞെരിവുകൾ അഥവാ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. അപ്പോ അമർത്തൽ കൂടുമ്പോൾ അവിടെ സ്വാഭാവികമായും ഒരു ഉരസൽ സംഭവിക്കുന്നു. നമ്മൾ ഈ തണുപ്പത്ത് രണ്ട് കൈകളും തമ്മിൽ കൂട്ടിത്തിരുമ്പുമ്പോൾ ചൂടുണ്ടാകുന്നത് പോലെ തന്നെ ഈ അനന്തമായ ശൂന്യത സ്വയം അമരുമ്പോൾ അവിടെ അതിഭയങ്കരമായ ഒരു ഉരസൽ നടക്കുന്നുണ്ടല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ആ ഉരസലിൽ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങുന്നത് തന്നെ. ആ വലിയ ഞെരിവിൽ നിന്നും മർദ്ദത്തിൽ നിന്നും അതിവേഗം കരങ്ങുന്ന അത്യന്തം സൂക്ഷ്മമായ പ്രഥമ കണികകൾ രൂപപ്പെടുന്നു. അപ്പോൾ ഇതാണ് ആ പുസ്തകത്തിൽ പറയുന്ന ആദ്യത്തെ കണിക. അതെ, ഈ ആദ്യത്തെ സൂക്ഷ്മ കണികയാണ് വേദാൻ എന്ന ഗ്രന്ഥകർത്താവ് വിളിക്കുന്നത്. ഇത് ആധുനിക സയൻസ് പറയുന്ന പ്രൈമറി എനർജി പാർട്ടിക്കിളിന് സമാനമാണ്. അപ്പോ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളുടെയും എല്ലാ പദാർത്ഥങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റ് ഈ വേദാൻ കണികകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും.
ശൂന്യതയുടെ മർദ്ദം നിരന്തരമുള്ളതുകൊണ്ട് ഈ കണികകൾ അതിവേഗത്തിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ശൂന്യതയിൽ നിന്നും കറങ്ങുന്ന ഒരു കണിക ജനിക്കുന്നു, വേദാൻ. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര കൗതുകം തോന്നുന്നുണ്ട്. എന്നാൽ ഈ കറങ്ങുന്ന വേദാൻ കണികകളിൽ നിന്ന് മാത്രം നമ്മൾ ഇന്ന് കാണുന്ന ഈ വലിയ പ്രപഞ്ചം, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഭൂമി, ഇതൊക്കെ എങ്ങനെയുണ്ടായി? അത് വളരെ സ്വാഭാവികമായൊരു ചോദ്യമാണ്. അതായത്, വെറുമൊരു സൂക്ഷ്മകണികയ്ക്ക് ഇത്രയും വലിയൊരു മാന്ത്രിക വിദ്യ കാണിക്കാൻ കഴിയുമോ? ഇതിന് പിന്നിലെ മെക്കാനിസം എന്താണ്? എനിക്ക് വിശ്വസിക്കാൻ ഇത്ര പ്രയാസമുണ്ട്. അവിടെയാണ് രണ്ടാമത്തെ പ്രക്രിയ നടക്കുന്നത്. ഈ വേദാൻ കണികകൾ വെറുതെ ഇരിക്കുകയല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവ അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കറങ്ങുന്നുണ്ട്. ഇങ്ങനെ അതിവേഗം കറങ്ങുമ്പോൾ അവ വീണ്ടും ഈ ശുദ്ധശൂന്യതയുമായി ഉരസുന്നു. ഈ ഉരസലിന്റെ ഫലമായി ആ വേദാൻ കണികകളിൽ നിന്ന് ആയിരക്കണക്കിന് ചെറിയ തരംഗങ്ങൾ അഥവാ ഉപകണികകൾ പുറത്തുവരുന്നു. ഓഹോ, അപ്പൊ കണികയിൽ നിന്ന് വീണ്ടും ചെറിയ തരംഗങ്ങൾ. അതെ, ഈ ഛായാകണികകളെ അഥവാ സൂക്ഷ്മ തരംഗങ്ങളെയാണ് പുസ്തകത്തിൽ യോഗാന്ന് വിളിക്കുന്നത്. അപ്പോ അതായത് വേദാൻ എന്നത് അതിവേഗം കറങ്ങുന്ന ഒരു ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ ആണെന്ന് കരുതുക. ഒരു ജനറേറ്റർ കറങ്ങുമ്പോൾ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡുമായി ഉരസി വൈദ്യുതോർജ്ജമുണ്ടാകുന്നത് പോലെയാണോ ഇത്? വളരെ നല്ലൊരു ഉദാഹരണമാണത്. അപ്പോ ഈ വേദാൻ കറങ്ങുമ്പോൾ ചുറ്റുപാടുമുള്ള ശൂന്യതയുമായി ഉരസി അതിൽ നിന്ന് പുറത്തുവരുന്ന അദൃശ്യമായ ഊർജം അഥവാ കാന്തിക ശക്തിയാണ് ഈ യോഗാൻ. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ? തികച്ചും ശരിയാണ്. ആ കാന്തിക ശക്തിയെ തന്നെയാണ് യോഗാൻ എന്ന് വിളിക്കുന്നത്. വേദാന്റെ കറക്കത്തിൽ നിന്നുത്ഭവിക്കുന്ന ഈ യോഗാൻ കണികകൾ ചേർന്നുണ്ടാകുന്ന കാന്തിക ശക്തിയാണ് പ്രപഞ്ചകാന്തം അഥവാ യൂണിവേഴ്സൽ മാഗ്നറ്റിസം. അപ്പോ പ്രപഞ്ചത്തിലെ സകല മാറ്റങ്ങൾക്കും അടിസ്ഥാന കാരണം ഇതാണല്ലേ? അതെ. ഈ കാന്തിക ശക്തിയില്ലെങ്കിൽ പ്രപഞ്ചത്തിൽ യാതൊരു ചലനവും സാധ്യമല്ല. എല്ലാം സ്തംഭിച്ചു പോകും. അപ്പൊ ഈ കാന്തിക ശക്തിയിൽ നിന്നാണോ പ്രപഞ്ചത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത്? ഈ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയുന്ന സംഗതികൾ എങ്ങനെയാണ് വരുന്നത്? തീർച്ചയായും അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ കാന്തിക ശക്തി എങ്ങനെയാണ് മിലവും വെള്ളവും വായുവുമൊക്കെയായി മാറുന്നത്? എനിക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാന്തമെന്ന് പറയുന്നത് അദൃശ്യമായൊരു ഊർജമല്ലേ? അതെങ്ങനെയാണ് നമുക്ക് തൊടാൻ കഴിയുന്ന പദാർത്ഥങ്ങളായി മാറുന്നത്? ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഫ്രീക്വൻസിയെക്കുറിച്ചും ഡെൻസിറ്റിയെക്കുറിച്ചും അഥവാ സാന്ദ്രതയെക്കുറിച്ചും ചിന്തിക്കണം. ഈ കാന്തിക ശക്തി എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. ഓഹോ, അപ്പൊ മാറ്റങ്ങളുണ്ട്. അതെ, ഈ യോഗാൻ കണികകളുടെ സാന്ദ്രതയിലും അവയുടെ പ്രവർത്തനത്തിലുമുണ്ടാകുന്ന മാറ്റങ്ങളാണ് പഞ്ചഭൂതങ്ങളെ സൃഷ്ടിക്കുന്നത്. കാന്തം അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ വെറുമൊരു മർദ്ദമായി മാറുന്നു. പിന്നീട് വായുമണ്ഡലത്തിലെത്തുമ്പോൾ അത് ശബ്ദമായി മാറുന്നു. ഒന്ന് നിൽക്കൂ, കാന്തം എങ്ങനെയാണ് ശബ്ദമായി മാറുന്നത്? ഒരു മാഗ്നറ്റ് ഒരിക്കലും സ്വയം ഒരു സൗണ്ടായി മാറുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. ഇതൊരൽപ്പം ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. മനസ്സിലായി. ഇവിടെയാണ് ഫിസിക്സിലെ തരംഗങ്ങളെ അഥവാ വേവ്സിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഒരു റേഡിയോ ആന്റിനയിലേക്ക് വരുന്ന അദൃശ്യമായ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ ഒരു സ്പീക്കറിന് എങ്ങനെയാണ് ശബ്ദമാക്കി മാറ്റാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. അത് ശരിയാണ്. തരംഗങ്ങൾ ശബ്ദമായി മാറുന്നുണ്ട്. അതെ, അവിടെ തരംഗം ഒരു ഭൗതിക മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ സ്വഭാവം മാറുകയും അത് ശബ്ദമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഈ പ്രപഞ്ച കാന്തിക ശക്തി വായു എന്ന മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വായുവിന്റെ സാന്ദ്രതയുമായി ഉരസി അത് ശബ്ദമായി മാറുന്നു എന്നാണോ? കൃത്യം. ഇനി ഇതേ കാന്തിക തരംഗങ്ങൾ ഉഷ്ണമണ്ഡലത്തിൽ അഥവാ ചൂടുകൂടിയ അവസ്ഥയിലെത്തുമ്പോൾ അവയുടെ ഫ്രീക്വൻസി വീണ്ടും മാറും. അപ്പോൾ അത് പ്രകാശമായി മാറുന്നു. വാവ്! അപ്പോ ജലത്തിലെത്തുമ്പോഴോ? അവിടെയും മാറ്റമുണ്ടാകുമല്ലോ. തീർച്ചയായും. ജലത്തിന്റെ സാന്ദ്രത വായുവിനേക്കാളും തീയിനേക്കാളും കൂടുതലാണല്ലോ. അവിടെ ഈ കാന്തിക ശക്തി ഉരസുമ്പോൾ അത് രുചിയായി മാറുന്നു. അപ്പോ ഏറ്റവും ദൃഢമായ ഭൂമിയിലെത്തുമ്പോൾ എന്താവും? ദൃഢമായ പദാർത്ഥങ്ങളിൽ, അതായത് നിലം അഥവാ ഭൂമിയിലെത്തുമ്പോൾ ഇതിന്റെ ഘർഷണം ഏറ്റവും കൂടുതലായിരിക്കും. അവിടെ അത് വാസനയായി അഥവാ ഗന്ധമായി മാറുന്നു. അതായത് നമ്മൾ കേൾക്കുന്ന ശബ്ദവും കാണുന്ന വെളിച്ചവും നമ്മൾ ആസ്വദിക്കുന്ന രുചിയും മണവും വരെ ഈ ഒരേയൊരു കാന്തിക ഊർജം വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യസ്ത ഫ്രീക്വൻസികൾ മാത്രമാണ്. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു തിരിച്ചറിവാണ് കേട്ടോ. അതെ, നമ്മൾ ചുറ്റും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അടിസ്ഥാനപരമായി ഒന്നാണ്. ഒരേ ഒരു കാന്തിക ഊർജം,
അതിന്റെ രൂപം മാറുന്നു എന്ന് മാത്രം. അപ്പോ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ കാന്തിക ശക്തിയാണെങ്കിൽ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യരായ നമ്മളും ഇതേ കാന്തിക ഫീൽഡിന്റെ ഉള്ളിലല്ലേ നിൽക്കുന്നത്? അതെ, നമ്മളും ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലും പ്രവർത്തിക്കേണ്ടതല്ലേ? ഈ പ്രപഞ്ചശക്തി നമുക്കുള്ളിലും കാണില്ലേ? തീർച്ചയായും പ്രവർത്തിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലുള്ള അതേ കാന്തിക ശക്തി തന്നെയാണ് ജീവികളുടെ ശരീരത്തിലും പ്രവർത്തിക്കുന്നത്. ജീവികളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ നാം ഈ കാന്തിക ഊർജത്തെ ജീവകാന്തം അഥവാ ബയോമാഗ്നറ്റിസം എന്ന് വിളിക്കുന്നു. ജീവകാന്തം പുതിയൊരു വാക്കാണ്. അതെ, മനുഷ്യ ശരീരത്തിൽ നിരന്തരം ഭക്ഷണം, വെള്ളം, വായു എന്നിവ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ ജീവകാന്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഓഹോ, അപ്പോ ഈ ജീവകാന്തം നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എന്നിവ വഴി പുറത്തേക്ക് ചെലവാവുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നതല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് നടക്കുന്നത്. ഈ പുസ്തകം വായിച്ചപ്പോ എനിക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞൊരു ഉദാഹരണം ഇതിൽ പറയുന്നുണ്ട്. ഞാനത് പറയാം. നമ്മൾ നല്ല ചൂടുള്ള മധുരമുള്ള ഒരു ജിലേബി കഴിക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നല്ലൊരു ഉദാഹരണമാണത്. ആ ജിലേബിക്ക് ഒരു 10 യൂണിറ്റ് മധുരമുണ്ട് എന്ന് വെക്കുക. നമ്മൾ ആ ജിലേബി കടിച്ചു തിന്നുമ്പോൾ നമ്മുടെ നാവിൽ 10 യൂണിറ്റ് ജീവകാന്തം അഥവാ ബയോമാഗ്നറ്റിസം ചെലവാകുന്നു. അപ്പോഴാണ് ആ മധുരം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, തികച്ചും ശരിയാണ്. അവിടെ ആ ജിലേബിയിലെ രാസഘടകങ്ങൾ നിങ്ങളുടെ നാവിലെ ജീവകാന്തവുമായി ഉരസുമ്പോഴാണ് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ നിങ്ങൾക്ക് മധുരം എന്ന അനുഭവം തലച്ചോറിലുണ്ടാകുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജം അവിടെ ചെലവാവുകയാണ്. ഇനി ഇവിടെയാണിതിലെ ട്വിസ്റ്റ്. ആ 10 യൂണിറ്റ് മധുരമുള്ള ജിലേബി മുഴുവൻ കഴിച്ച ഉടനെ നമ്മളൊരു കപ്പ് കാപ്പി കുടിക്കുന്നു. ആ കാപ്പിക്ക് 5 യൂണിറ്റ് മധുരമേ ഉള്ളൂ. ഇപ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്ക് ആ കാപ്പിയുടെ മധുരം ഒട്ടും അനുഭവപ്പെടില്ല. അതെ, ഒരു പക്ഷേ കാപ്പിക്ക് തീരെ മധുരമില്ലാത്തതുപോലെ തോന്നും നമുക്ക്. എന്തുകൊണ്ടാണത്? കാപ്പിക്ക് മധുരമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് നമ്മുടെ നാവിലെ രുചിയുടെ ഉത്തേജന നില, അതായത് ത്രെഷോൾഡ്, ആ ജിലേബി കഴിച്ചതുകൊണ്ട് 10 യൂണിറ്റായി ഉയർന്നു കഴിഞ്ഞു. കൃത്യം, അവിടെ ആ ത്രെഷോൾഡ് ലെവലിൽ മാറി. അപ്പോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ നാവിലെ ജീവകാന്തം വീണ്ടും പഴയ സാധാരണ നിലയിൽ എത്തുമ്പോൾ മാത്രമേ ആ കാപ്പിയുടെ മധുരം നമുക്കറിയാൻ കഴിയൂ. ഇതാണല്ലോ ഇതിലെ ശാസ്ത്രം. അതെ, ഇതാണ് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്. ഇതിൽ നിന്നും വളരെ വലിയൊരു ഫിലോസഫിയിലേക്ക് പുസ്തകം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ശുദ്ധശൂന്യതയെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? അതെ, ആ മഹാശക്തി. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ആ ശൂന്യതയെ അഥവാ ആ പൂർണ്ണതയെ കാണാനോ അനുഭവിക്കാനോ കഴിയാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ജിലേബി ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ ശൂന്യതയ്ക്ക് അവിടെ നമ്മളിലൊരു ഉത്തേജനവും ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ടാണോ? അതായത് നമ്മുടെ ജീവകാന്തത്തെ ഉത്തേജിപ്പിക്കാൻ ശൂന്യതയ്ക്ക് കഴിയുന്നില്ലേ? അതാണ് ശരിയായ ഉത്തരം. ശൂന്യതയെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് യാതൊരുവിധ ഉത്തേജനവും ലഭിക്കുന്നില്ല. അവിടെ നമ്മുടെ ജീവകാന്തം ചെലവാകുന്നില്ല എന്നതാണ് സത്യം. ഓ, അപ്പോ ഊർജം ചെലവാകാത്തതുകൊണ്ട് തലച്ചോറിനൊന്നും മനസ്സിലാകുന്നില്ല. അതെ, ഈ ബയോമാഗ്നറ്റിസം എവിടെയാണോ ചെലവാകുന്നത് ആ കാര്യങ്ങൾ മാത്രമേ തലച്ചോറിന് പ്രോസസ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ജീവകാന്തം ചെലവാകാത്ത ശൂന്യത ഒന്നുമില്ലാത്തതാണെന്ന ഒരു മിഥ്യാബോധം അഥവാ ഒരു ഇലൂഷൻ നമുക്കുണ്ടാകുന്നു. അതായത് ശരിക്കും അവിടെ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, അതിനെ പ്രോസസ് ചെയ്യാനുള്ള ഒരു ഉപകരണം നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നത് മാത്രമാണ് സത്യം. നമ്മൾ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഇന്ദ്രിയങ്ങളെയാണല്ലോ. കൃത്യമായി പറഞ്ഞു. നമ്മുടെ പരിമിതിയാണ് ആ മിഥ്യാബോധത്തിന് കാരണം. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ രുചിയും കാഴ്ചയും മണവുമൊക്കെ നമ്മുടെ ജീവകാന്തം വെളിയിലേക്ക് പോകുന്ന പ്രക്രിയയാണ് എന്ന് മനസ്സിലായി. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും എന്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. എന്താണിത്? ചോദിക്കൂ. നമ്മളൊരു ജീവിതകാലം മുഴുവൻ എന്തുമാത്രം കാര്യങ്ങൾ അനുഭവിക്കുന്നു. കോടിക്കണക്കിന് കാഴ്ചകൾ, ശബ്ദങ്ങൾ, വികാരങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഈ കാന്തിക ശക്തി ചെലവാകുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ അനുഭവങ്ങളൊക്കെ എവിടെയെങ്കിലും ശേഖരിക്കപ്പെടുന്നുണ്ടോ? അതോ ഇതൊക്കെ കാറ്റിൽ പറന്നു പോവുകയാണോ? ഇല്ല, ഒന്നും കാറ്റിൽ പറന്നു പോകുന്നില്ല. അത് വിശദീകരിക്കാൻ ജീവന്റെ ഘടനയെക്കുറിച്ച് പുസ്തകം പറയുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. ജീവൻ നിലനിൽക്കുന്നത് വെറുമൊരു ഭൗതിക ശരീരം കൊണ്ട് മാത്രമല്ല. പിന്നെ എന്തൊക്കെയാണുള്ളത്? ജീവനെന്ന് പറയുന്നത് 8 കാര്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. പുസ്തകത്തിൽ ഇത് വിശദമായി പറയുന്നുണ്ട്.
ഒന്ന് നമ്മുടെ ഭൗതിക ശരീരം, 2 ഇന്ദ്രിയങ്ങൾ, 3 അറിവ്, 4 മനസ്സ്, 5 കാന്തിക ശക്തി, 6 ജീവകണികകളുടെ ചുഴൽ അഥവാ ആസ്ട്രൽ ബോഡി, 7 ബീജം, പിന്നെയുമുണ്ടല്ലോ ഒന്ന്. അതെ, 8ാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയുണ്ട്, ജനിതക കേന്ദ്രം അഥവാ ജനറ്റിക് സെന്റർ. ഈ 8 ഘടകങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ജീവൻ പൂർണ്ണമാകുന്നത്. ഇതിൽ ഏറ്റവും കൗതുകകരമായ ഘടകം ഈ ജനിതക കേന്ദ്രം തന്നെയാണ്. ഈ ജനിതക കേന്ദ്രം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും അദൃശ്യമായ കേന്ദ്രമാണോ? നമ്മുടെ ഈ ജീവിത അനുഭവങ്ങളൊക്കെ പോയി സേവ് ചെയ്യപ്പെടുന്നത് അവിടെയാണോ? അതെ, അനുഭവങ്ങൾ അവിടെയാണ് ശേഖരിക്കപ്പെടുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഈ കോടിക്കണക്കിന് കാര്യങ്ങൾ മുഴുവൻ സ്റ്റോർ ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഇതിനുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. തീർച്ചയായുമുണ്ട്. ഈ ജനിതക കേന്ദ്രം എന്നത് മനുഷ്യ ശരീരത്തിന്റെ കൃത്യം മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സൂക്ഷ്മമായ ഒരു കാന്തിക കേന്ദ്രമാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ഓരോ കാര്യവും ഒന്നും വെറുതെ നശിച്ചു പോകുന്നില്ല. അപ്പോ ആ ജിലേബിയുടെ രുചിയോ ഒരു കാഴ്ചയോ ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ? അതെ, രുചിയാകട്ടെ, കാഴ്ചയാകട്ടെ, കോപമോ സങ്കടമോ പോലെയുള്ള ഒരു വികാരമാകട്ടെ, ഓരോ അനുഭവവും ഒരു സൂക്ഷ്മ തരംഗമായി മാറി ചുരുങ്ങി ഈ ജനിതക കേന്ദ്രത്തിൽ കാന്തിക മുദ്രകളായി അഥവാ മാഗ്നറ്റിക് ഇംപ്രിന്റ്സ് ആയി ശേഖരിക്കപ്പെടുന്നു. ഓ, മാഗ്നറ്റിക് ഇംപ്രിന്റ്സ്, പുതിയ അറിവാണിത്. ഇതിനെയാണ് തമിഴിൽ കരുമയ്യം എന്ന് വിളിക്കുന്നത്. സാധാരണയായി നമ്മൾ ആത്മാവ് എന്ന് വിളിക്കുന്നതും ഒരുപക്ഷെ ഈ കാന്തിക റെക്കോർഡിങ്ങിനെ തന്നെ ആവാം. ഓ, അപ്പൊ എന്റെ ഓരോ ചെറിയ ചിന്തയും ഞാൻ കാണുന്ന ഓരോ കാഴ്ചയും ഒരു കാന്തിക ഡേറ്റ പോലെ എന്റെ ശരീരത്തിന്റെ മധ്യത്തിലുള്ള ഒരു സർവറിൽ സേവ് ചെയ്യപ്പെടുന്നുണ്ട്. അത്ഭുതം തന്നെ ഇത്. നമ്മൾ ചെയ്യുന്നതൊന്നും വെറുതെ പോകുന്നില്ല എന്ന് ചുരുക്കം. തീർച്ചയായുമില്ല. മാത്രമല്ല, ഈ ജനിതക കേന്ദ്രം അഥവാ കരുമയ്യം എന്നത് നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഹാർഡ് ഡ്രൈവ് അല്ല. ഇതൊരു വലിയ നെറ്റ്വർക്ക് പോലെയാണ്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നാണോ? അതെ, ഇത് തലമുറകളായി പകർന്നു കിട്ടിയതാണ്. നിങ്ങളുടെ പൂർവികളുടെ അനുഭവങ്ങളും അറിവുകളും വികാരങ്ങളുമെല്ലാം കാന്തിക മുദ്രകളായി ഈ കേന്ദ്രത്തിൽ ഇപ്പോഴുമുണ്ട്. അപ്പോ എന്റെ അനുഭവങ്ങളും അടുത്ത തലമുറയിലേക്ക് പോകുമോ? തീർച്ചയായും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നീ നിമിഷം വരെ സൃഷ്ടിച്ച ഓരോ കാന്തിക മുദ്രയിലും നിങ്ങളുടെ DNA വഴി വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് വെറുമൊരു ഫിലോസഫി മാത്രമല്ല, ജീവശാസ്ത്രം കൂടിയാണെന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോഴെന്താണോ അത് നമ്മുടെ കഴിഞ്ഞ തലമുറകളുടെ കാന്തിക മുദ്രകളുടെ ആകെത്തുകയാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ രഹസ്യമായി ചിന്തിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ വരും തലമുറകളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ അറിവുകൾ മൊത്തത്തിൽ നമ്മൾ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ഒരു അത്ഭുതം തോന്നുന്നത്. അതെ, ഇതൊരു വലിയ തിരിച്ചറിവ് തന്നെയാണ് മനുഷ്യർക്ക്. നമ്മൾ വളരെ ദൂരെയൊന്നുമില്ലാത്ത ശുദ്ധശൂന്യതയിൽ നിന്ന് തുടങ്ങി. ആ ശൂന്യതയുടെ മർദ്ദത്തിൽ നിന്ന് വേദാൻ കണികകളുണ്ടായി. അവ തിരുമ്മി യോഗാൻ അഥവാ പ്രപഞ്ചകാന്തമായി മാറി. ആ പ്രപഞ്ചകാന്തം ഭൂമിയിൽ വന്ന് നമ്മുടെ ശരീരത്തിൽ ജീവകാന്തമായി മാറി. കൃത്യമായ സംഗ്രഹം. ഒടുവിൽ നമ്മുടെ ഓരോ ഇന്ദ്രിയാനുഭവവും വികാരങ്ങളും ഒരു കാന്തിക മുദ്രയായി നമ്മുടെ ജനിതക കേന്ദ്രത്തിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് നമ്മൾ കണ്ടെത്തി. ഈയൊരു അത്ഭുതകരമായ പരിണാമപ്രക്രിയ എനിക്കൊരു വലിയ പുതിയ ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഫിസിക്സ് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ ഫിലോസഫിയും പറയുന്നത്. ഈ ബ്രഹ്മജ്ഞാനം വെറുമൊരു ബുദ്ധിപരമായ വ്യായാമമല്ല. നാം എല്ലാവരും ആ ഒരൊറ്റ ശൂന്യതയിൽ നിന്നുള്ള ഒരേ കാന്തിക തരംഗങ്ങളാണെങ്കിൽ പിന്നെ ഈ കാണുന്ന വേർതിരിവുകൾക്കും ശത്രുതകൾക്കും എന്താണ് പ്രസക്തി? ശരിയാണല്ലോ, നമ്മളെല്ലാം ഒന്നിൽ നിന്നല്ലേ വന്നത്. എല്ലാം ആ ഒരേയൊരു മഹാശക്തിയുടെ പല വകഭേദങ്ങൾ മാത്രമാണ്. ഈ ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മളെല്ലാവരും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന അറിവ് മനുഷ്യർക്കിടയിലെ ശത്രുത ഇല്ലാതാക്കും. നമ്മളെല്ലാവരും ഒരേ എനർജിയിൽ നിന്ന് വന്നവരാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ അടിക്കുന്നത് എന്ന തിരിച്ചറിവ്. അതാണ് ഈ ഒരു ഡീപ്പ് ഡൈവിന്റെ ഏറ്റവും വലിയ സാരമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പരസ്പരം പോരടിക്കുന്നത് നമ്മുടെ തന്നെ മറ്റൊരു രൂപത്തോടാണെന്ന് സാരം. അതെ, ആ ഒരു ഐക്യബോധമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്കായി ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ.
നിങ്ങളുടെ ഓരോ ചെറിയ ചിന്തയും ഓരോ ഇന്ദ്രിയാനുഭവവും ഒരു കാന്തിക തരംഗമായി നിങ്ങളുടെ ജനിതക കേന്ദ്രത്തിൽ ശേഖരിക്കപ്പെടുകയും അത് വരും തലമുറകൾക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാന്തിക മുദ്രകൾ എന്തെല്ലാമാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അത് നിങ്ങളെയും ഈ ലോകത്തെയും നാളത്തെ നിങ്ങളുടെ തലമുറകളെയും എങ്ങനെ മാറ്റും? നല്ല ചിന്തകളാണോ അതോ വെറുപ്പാണോ നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് നൽകാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് ഇന്ന് തന്നെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. മനോഹരമായ മറ്റൊരു ഡീപ്പ് ഡൈവുമായി നമുക്ക് വീണ്ടും കാണാം.